എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് ഓവണൊന്നും യൂസ് ചെയ്യാതെ ഇഡ്ഡലി പാത്രത്തിലാണ് ഈ ഒരു ബൺ ചെയ്തിട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ഞാനിവിടെ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, എന്നാൽ അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ടീസ്പൂൺ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളിത് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വിട്ടും. ഇനി ഒരു ബൗൾ എടുക്കുക. നമുക്ക് ഈ ബണ്ണിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ബട്ടർ മിൽക്ക് വേണം. ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് മോരാണ്. അപ്പോൾ മോരുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചേർത്താൽ മതി. ഒരു അര കപ്പ് പാലെടുക്കുക. ഇതൊരു ഇളം ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീരാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. അപ്പോൾ ഇതും നമ്മൾ അടച്ചിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ പാലൊക്കെ ചെറുതായിട്ട് പിരിഞ്ഞ് നമ്മുടെ മോര് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ബണ്ണിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബട്ടർ മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൺ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ ഗോതമ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വെച്ചിട്ടാണെങ്കിൽ ഇതിന് പകരം മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പ് ഗോതമ്പൊടിയുടെ ഒരു അളവെന്ന് പറയുന്നത് ഒരു 8 ബൺ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള നമ്മുടെ ഈസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിൻ്റെ ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്കും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്കിപ്പോൾ കുറച്ച് എന്താ പറയുക, നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവമാണ് നമ്മുടെ ഈ ഒരു മാവ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഓയിൽ ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കേണ്ട, നമ്മൾ ആവശ്യത്തിന് കുഴക്കുന്ന അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിലും കുറച്ച് ഓയിലിടുക. നമ്മൾ ഒരിക്കലും പൊടി ഇട്ടിട്ട് ഇത് കുഴക്കരുത്. ഓയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഈ മാവ് നമ്മളൊരു 4-5 മിനിറ്റ് നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഇത് കുഴക്കുന്നതിലാണ് നമ്മുടെ ബണ്ണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ഒരു മാവ് പോലെ അല്ല വേണ്ടത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇത് മാറ്റുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ 1-2 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഇതൊരു തുണി വെച്ചിട്ടോ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അടച്ചിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് വീർത്തിരിക്കുകയായിരിക്കും. പൊങ്ങിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ മാവ് ബൗളിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഒത്തിരി നേരം നമ്മൾ വീണ്ടും കുഴക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാവ് ഉണ്ടാവുക. ചെറുതായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ എടുത്തപ്പോൾ നമുക്കൊരു 8 ബണ്ണാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയത്. ഇത് അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ബണ്ണാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ സൈസ് മതിയെങ്കിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഉരുളകളാക്കുന്ന സമയത്ത് അതിൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ബോൾസ് ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മുടെ ബൺ വേവിച്ചിട്ടെടുക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒരു പ്ലേറ്റ് ആണെങ്കിലും ഏതിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ തടവിയ ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല ഉരുളകളൊക്കെ നന്നായിട്ട് അതിൽ ക്രാക്സ് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് വെച്ച ശേഷം നമ്മൾ ഏത് പ്ലേറ്റിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിൽ വെച്ച ശേഷം ഒന്നുകൂടെ നമ്മളിത് അടച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം.
അപ്പോൾ രണ്ടാമത് നമ്മളിതുപോലെ അടച്ച് വെക്കണം. ഇപ്പോൾ ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇതാ നമ്മുടെ മാവ് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നെങ്കിൽ പാല് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാമെങ്കിൽ മുട്ട വെച്ചിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നല്ല ഒരു കളറൊക്കെ മേളിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞാനിപ്പോൾ പാലാണ് തേച്ചത്. മുട്ടയുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് മേളിലിടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള എള്ളുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതുപോലെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ അടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വെറുതെ പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഞാൻ യൂഷ്വലി ഉപ്പിടാറുണ്ട്. ഉപ്പിടുമ്പോൾ കുറച്ചുകൂടെ ആ ചൂട് കിട്ടിയിട്ട് ബേക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കിയ ശേഷമാണ് നമ്മളിത് ബൺ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ ബൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച ശേഷം അടച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റാണ് എടുക്കുക ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബൺ പോലെ അത്രയും മുകൾ ഭാഗത്ത് അത്രയും കളർ വന്നിട്ടില്ല കേട്ടോ നമ്മളിതുപോലെ വേവിക്കുന്ന സമയത്ത്. എന്നാലും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണിൻ്റെ അതേ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് ഈ ഒരു ബൺ കഴിക്കാനായിട്ട്. പിന്നെ ചൂടാറിയ ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ അടിയിൽ നിന്ന് വിട്ടു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ ഈ ബണ്ണൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബൺ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടയിൽ നിന്ന് പറയുന്ന അതേ ബണ്ണിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് മൈദ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ബൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബണ്ണാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.